24ാമത് ദേശീയ ജൂനിയർ അണ്ടർ-20 അത്ലറ്റിക്സ് ഫെഡറേഷൻ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് കേരളം. ദേശീയ റെക്കോർഡുകൾ ഉൾപ്പെടെ തിരുത്തിയെഴുതിയാണ് കേരളത്തിന്റെ നേട്ടം. കർണാടകയിലെ തുംകൂരിലെ മഹാത്മാഗാന്ധി സ്റ്റേഡിയത്തിൽ നടന്ന 24ാമത് ദേശീയ ജൂനിയർ അണ്ടർ-20 അത്ലറ്റിക്സ് ഫെഡറേഷൻ മത്സരത്തിൽ കേരളത്തിലെ ജൂനിയർ അത്ലറ്റുകൾ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. പുരുഷ വിഭാഗം 400 മീറ്ററിൽ ദേശീയ റെക്കോർഡോടെ സ്വർണം നേടി മലയാളി താരം മുഹമ്മദ് അഷ്ഫഖ്. 46.05 സെക്കൻഡിലാണ് ഫൈനലിൽ അഷ്ഫഖ് ഫിനിഷ് ചെയ്തത്. 110 മീറ്റർ ഹർഡിൽ സെമി ഫൈനലിൽ 13.66 സെക്കൻഡ് സമയം കൊണ്ട് അണ്ടർ-20 ദേശീയ റെക്കോർഡ് തകർത്ത 19 വയസ്സുകാരൻ കിരൺ കെ ആയിരുന്നു മത്സരത്തിലെ താരം. 2021 തേജസ് റൈസ് നേടിയ 13.74 സെക്കൻഡ് എന്ന റെക്കോർഡാണ് കിരൺ ഇല്ലാതാക്കിയത്. ഏഷ്യൻ അണ്ടർ-20 യോഗ്യതാ മാനദണ്ഡമായ 13.74 സെക്കൻഡ് മറികടന്ന കിരണിന് ലോക യോഗ്യതാ മാനദണ്ഡമായ അണ്ടർ-20 മാർക്ക് നഷ്ടമായത് വെറും 0.12 സെക്കൻഡിനാണ്. ഫൈനലിൽ 13.75 സെക്കൻഡിൽ കിരൺ സ്വർണം നേടി. പുരുഷന്മാരുടെ 400 മീറ്ററിൽ മുഹമ്മദ് അഷ്ഫഖ് 46.05 സെക്കൻഡിൽ സ്വർണം നേടി. 2017 അമോജ് ജേക്കബ് സ്ഥാപിച്ച 46.26 സെക്കൻഡ് എന്ന ദേശീയ റെക്കോർഡ് അദ്ദേഹം മറികടന്നു. ഏഷ്യൻ ജൂനിയർ യോഗ്യതാ മാർക്കായ 47.53 സെക്കൻഡ് മറികടക്കുകയും ചെയ്തു. 14.05 സെക്കൻഡിൽ വെങ്കലം നേടിയ ഫസലുൽ ഹക്ക് ഹർഡിൽസിൽ കേരളത്തിന്റെ ഇരട്ട പോഡിയം പൂർത്തിയാക്കി. വനിതകളുടെ ഷോട്ട്പുട്ടിൽ 14.35 മീറ്റർ ദൂരം എറിഞ്ഞ് അനുപ്രിയ VS കേരളത്തിന്റെ സ്വർണ്ണ നേട്ടത്തിൽ ഇടം നേടി. 2 ജമ്പുകളിലും ധനുഷ് രാജയം വെങ്കല മെഡലുകൾ നേടി. ലോങ് ജമ്പിൽ 7.37 മീറ്റർ ദൂരം പിന്നിട്ട് 3ാം സ്ഥാനം നേടിയ അദ്ദേഹം ട്രിപ്പിൾ ജമ്പിൽ 15.60 മീറ്റർ ദൂരം പിന്നിട്ടു. 5 ഇനങ്ങളിലായി കേരള അത്ലറ്റുകൾ 3 സ്വർണവും 2 വെങ്കലവും നേടി. 2 ദേശീയ റെക്കോർഡുകൾ തിരുത്തിയെഴുതിയ മീറ്റിൽ ഒന്നിലധികം അത്ലറ്റുകൾ ഏഷ്യൻ ജൂനിയർ നിലവാരവും സ്വന്തമാക്കി.